വലിയ നാട്ടിലെ മൗലിയന്മാരൊക്കെ ഉണ്ടോ അവന് വലിയ ആളായിട്ട് തൊഴിൽ കൈയിട്ട് അവൻ്റെ പാരമ്പര്യവും സർവീസും കേട്ട അങ്ങനത്തെ മുജാഹിദ് എന്നറിയാം നമ്മുടെ നാട്ടിൽ. പറച്ചില് മാത്രം മുജാഹിദ്. ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ പാരമ്പര്യം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. അള്ളാൻ്റെ അടുത്തിൻ്റെ സർവീസാ കൂട്ടരെ. അള്ളാൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്ന തെളിവല്ലേ വേണ്ടത്. സ്വന്തം വിശ്വാസ അമലുമാണ് കൊടുത്താലേ സ്വർഗം കിട്ടുള്ളൂ. ഏത് ഉപ്പാപ്പാൻ്റെ മോനായിട്ടും കാര്യമല്ല, ഒരു കാര്യമല്ല. അപ്പം ആ നിലക്ക് സർവീസും പാരമ്പര്യമൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കണം. അതിന് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും ഉപദേശിക്കണം. മനസ്സിലായില്ലേ? മക്കൾ വഴിതെറ്റിപ്പോണ്ടത് വാപ്പ നോക്കണം. അങ്ങനെ നമ്മൾ ഒത്തുപിടിച്ച് ശ്രദ്ധിച്ച് വലത്തോട്ടും ഇടത്തോട്ടും ചായാതെ സിറാത്തുൽ മുസ്തഖീമിൽ ഇങ്ങനെ പോകണം. അള്ളാൻ്റെ റസൂൽ ഒരു നേർരേഖ വരച്ചു. എന്നിട്ട് താഴേക്ക് കുറേ വരാം, മേലോട്ട് കുറേ വരാം. എന്നിട്ട് ആയത്തോതി കൊടുക്കുകയാണ്, ഇതാകുന്നു എൻ്റെ മാർഗം, വളവില്ലാത്ത വക്രതയില്ലാത്ത ശരിയായ മാർഗം. ഫലാ തത്തബിഉ സുബുൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ മാർഗങ്ങളൊക്കെ കണ്ടില്ലേ, അതൊന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ആ ഓരോ മാർഗത്തിലും ഓരോ പിശാചിരുന്ന് നിങ്ങൾ ഇങ്ങനെ മാടി വിളിക്കും. സിറാത്തുൽ മുസ്തഖീമിൽ പോകുമ്പോ കണ്ടോ, ഫതഫറഖ ബികും അൻ സബീലിഹി, ആ വഴികളിൽ നിങ്ങൾ പ്രവേശിച്ചാൽ ഈ മാർഗത്തിൽ അവൻ നിങ്ങളെ തെറ്റിച്ചു കളയും. അപ്പൊ സിറാത്തുൽ മുസ്തഖീമിൽ പോകുന്നത് വളരെ പ്രയാസമുള്ളൊരു കാലാണിത്. ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. കാലം ചെല്ലും തോറും ഇന്നത്തെക്കാൾ മോശം നാളെ, നാളത്തെക്കാൾ മോശം മറ്റന്നാൾ, അങ്ങനെയാണ് ലോകപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ആ നിലക്ക് പോകുമ്പോൾ ഇന്നത്തെക്കാൾ ശ്രദ്ധ നാളെ, നാളത്തെക്കാൾ ശ്രദ്ധ മറ്റന്നാൾ നമുക്ക് വേണം. ജാഗ്രത, കൂടുതൽ ദീനിയായ ജാഗ്രത നമുക്കുണ്ടായിരിക്കണം. അതിനാണ് ഇത്തരം കൂട്ടായ്മകളിൽ നിന്ന് വേറിട്ടു നിൽക്കാതെ ഒട്ടി നിൽക്കണമെന്ന് നമ്മൾ ആളുകളോട് പറയുന്നത്. പെട്ടെന്ന് പൊയ്പോകും മനുഷ്യൻ്റെ. അത്രമാത്രം സമ്മർദ്ദങ്ങളും പിടിവലികളുമാണ് ലോകത്തുള്ളത്. തെറ്റിപ്പോകരുതെന്ന് വിചാരിച്ച ആളുകൾ പോലും തെറ്റിപ്പോകുന്ന അവസ്ഥ. കാരണം ചുറ്റും കാണുന്നത്, കണ്ണ് തുറന്നാൽ കാണുന്നത് പലതും കാണാൻ പറ്റിയതല്ല, കാത് തുറന്നാൽ കേൾക്കുന്ന പലതും കേൾക്കാൻ പറ്റിയതല്ല. നാം ഒരിക്കലും തന്നെ തെറ്റ് ചെയ്യരുതെന്ന് വിചാരിച്ചാലും തെറ്റുകാർ നമ്മെ അതിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാഹി പ്രവർത്തകന്മാര് സ്വന്തം ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുകയും സ്വന്തം ജീവിതം കുറ്റമാറ്റമാക്കുന്നതിനെ കുറിച്ചുള്ള ഗൗരവമായ ആലോചന ഉണ്ടാവുകയും വേണം. അല്ലെങ്കിൽ ഈ കൂട്ടായ്മ കൊണ്ട് ഒരു ഉപകാരവും നമുക്കുണ്ടാവില്ല. പലപ്പോഴും ആദർശം പഠിക്കുന്നതിനും പ്രബോധനം ചെയ്യുന്നതിനും പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരാവേശം ഇപ്പം നമുക്ക് കാണുന്നില്ല. ഇപ്പോൾ അജ്മാനിലുള്ള സിലായി സെൻറ്ററിനോട് ഷാർജയിലുള്ള സിലായി സെൻറ്റർ അറിയിച്ചാൽ പലർക്കും അറിയുന്നില്ല. പണ്ടങ്ങനല്ല. പണ്ട് എവിടെ, കാരണം അന്ന് കുറച്ച് ആളേ ഉള്ളൂ. നാൾ കൂടിപ്പോയി, ആൾ കൂടിപ്പോൾ പരസ്പരം അറിയാതായി. അത്രമാത്രം ആൾ വർദ്ധിച്ചു പോയി. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം എപ്പോഴും പഠിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിൻ്റേതായ ഒരു അനുഭൂതി നമുക്കുണ്ടാകും, ഒരു ചാരിതാർത്ഥ്യം നമുക്കുണ്ടാകും. പണ്ടൊക്കെ നന്നായി പഠിച്ച് ആദർശം ഉൾക്കൊണ്ടിരുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പഠിക്കുന്ന സ്വഭാവം തന്നെയല്ല. പല ആളുകൾ ഇപ്പോൾ ക്ലാസ്സുകളിലൂടെ പല ക്ലാസ്സുകളും നടക്കും. പക്ഷേ എഴുതിയും വായിച്ചും ഗഹനമായി പഠിക്കുകയും ഗൗരവപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്യുന്ന ക്ലാസ്സാണെങ്കിൽ ആളിങ്ങനെ കുറഞ്ഞു വരും. തുടക്കത്തിലൊരു 30 ആളുണ്ടാവും, പിന്നെ അത് 28 25 20 15 10 8 5 3 ഇന്നിപ്പോൾ ആരുമില്ല. എന്നാൽ നമ്മൾ പോവല്ലേ, പിന്നെ എല്ലാവരും പോകും. പിന്നെ ക്ലാസ് എടുക്കാൻ പിന്നെ മൗലവിനെ ഉണ്ടാവും, മൂപ്പരനെ ഒന്ന് ലഞ്ച് പിടിച്ചിടണം, മൂപ്പരനെ പഠിക്കും, മൂപ്പരനെ കേൾക്കും വേണ്ടി വരും. അങ്ങനെ കുറഞ്ഞ് ശുഷ്കിച്ച് പോവുക. ആളില്ലായിട്ടാ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒക്കെ ടി വിൻ്റെ മുമ്പിൽ ഇങ്ങനെ മറ്റൊന്നിങ്ങനെ നെക്കി, അങ്ങോട്ട് നെക്കി ഇങ്ങോട്ട് നെക്കി, അതൊന്ന് മറ്റിക്ക, ആ ചാനൽ ഈ ചാനൽ, ഇതാ പണി. വീട്ടിൽ പോയിട്ട് മസാല കണ്ട് കുത്തിരിക്കുക. എന്ത് നേട്ടാണ് സുഹൃത്തുക്കൾ അതൊക്കെ ഉള്ളത്. ഹജ്ജിനൊക്കെ വരുമ്പോൾ ആളുകളോട് നമ്മൾ എത്ര പറയുങ്ങൾ ഹജ്ജ് കഴിഞ്ഞിട്ടായി പോണത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ട സംഗതിയാണ്. ഉമ്മ പ്രസവിച്ച മകനെ പോലെയായി തിരിച്ചു പോകുക എന്നാണ് നമ്മൾ പറയണത്. ഇനി നിങ്ങൾ ഈ മസാലയൊക്കെ കാണുന്നത് നിർത്തണം കേട്ടോ. ഉസ്താദ് ഞങ്ങൾ ശ്രദ്ധിക്കും ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് പോരും. പിന്നെയും പഴയ ചളിയിൽ തന്നെ പോയി വീഴുക. എന്തിനാ അവനൊക്കെ ഹജ്ജ് ചെയ്യണത്? ഹജ്ജ് ഉംറയും ചെയ്തിട്ട് ആജിന് പേരിട്ടാനാ? ഒരു മാറ്റമില്ല. പിന്നെ ആ ചളിക്കുണ്ട് തന്നെ. ഈ ചളിക്കുണ്ടെന്ന് കരകയറാൻ നമ്മൾ ശ്രമിക്കണം. സുഹൃത്തെ, എന്തിനാ ഈ കൊട്ട വെച്ചിരിക്കണത്? ആകെ ഇവിടെ ഒഴിവ് സമയം എത്രയുള്ളത്? ആർക്കത്ര അധികം ഇവിടെ ഒഴിവുള്ളത്?
സമയം പോകാൻ വേണ്ടിയാ തന്നെ? സമയമുണ്ടോ? ആവശ്യത്തിനുള്ള സമയമുണ്ടോ? അല്ലേ സമയം പോക്കൽ. അപ്പം അതൊന്നും ചിന്തിക്കണില്ല. പെണ്ണുങ്ങളും തന്നെ ഇതിങ്ങനെ കണ്ട് കുത്തിരിക്കുകയാണ്. രാവിലെ എന്തെങ്കിലും കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റും, പിന്നെ ഇതിൻ്റെ മുമ്പ് കുത്തിരിക്കന്നെ. ഉച്ചക്കെടുത്തത് ചൂടാക്കി കൊടുക്കും, വൈകുന്നേരത്തും ചൂടാക്കി കൊടുക്കും. അങ്ങനത്തെ ഒരവസ്ഥ. എത്ര എത്ര പെണ്ണുങ്ങളാണ് വഴിതെറ്റിപ്പോകുന്നത്. ഭർത്താവ് ജോലിക്ക് പോയി, കുട്ടികൾ സ്കൂളിലേക്ക് പോയി, പിന്നെ ഈ മസാല കണ്ട് കുത്തിരിക്കുകയാണ്. മൂപ്പര് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴത്തിന് ഇവൾക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഇവൾക്ക് ഓളെ മനസ്സ് മുഴുവൻ മറ്റേ മോഹൻലാലോ അല്ലെങ്കിൽ മറ്റേ മമ്മൂട്ടിയോ ഇവളൊക്കെ ഓളെ മനസ്സിലുണ്ടാകുക. ഇയാളെങ്ങനെ കണ്ടാക്കുന്നതിൻ്റെ കോലം എന്നായിരിക്കും. പിന്നെ മോഹൻലാലോ മമ്മൂട്ടി എന്നൊക്കെ വിചാരിക്കലാണ്. അങ്ങനെ ജീവിച്ചു പോവുകയാണ്. മനസ്സിലായില്ലേ? ഇത് കണ്ടുകൊണ്ടുണ്ടാകുന്ന ഗുണാതൊക്കെ ഇവനും അങ്ങനെ തന്നെയാണ്. ഓഫീസിൽ ചെന്നാൽ അപ്പുറത്തെരുത്തിണ്ടാവും, ഓളേറ്റ് ഇങ്ങനെ സൊള്ളി. കാറ് പോകുമ്പോൾ കുറേ അപ്പോഴും ഉണ്ടാവും ഇരുത്തി. അങ്ങനത്തെ ഒക്കെ നശിച്ചു പോയ എത്ര എത്ര മനുഷ്യന്മാരുണ്ട് ഈ നാട്ടിൽ. അതൊക്കെ നമ്മളെ കുടുംബങ്ങളിലേക്ക് വരൂല നിങ്ങൾ വിചാരിക്കണ്ടോ? പിശാചി ഏത് വഴിയിലൂടെ കടന്നു വരാൻ നമ്മൾ ചിന്തിക്കണ്ടോ? അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്ത യഥാർത്ഥം നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മളും നശിച്ചു പോകും, യാതൊരു സംശയമല്ല. നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ വീട് ഇസ്ലാമികമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്തിട്ടില്ലേ, ഒരു മെച്ചം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ നിലക്കുള്ളൊരു ചിന്തയും ആലോചനയും യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകണം. ആദർശം പഠിച്ച് ഉൾക്കൊണ്ട ആളുകൾ ഏത് സന്ദർഭത്തിലും അത് കാത്തു സൂക്ഷിക്കും. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ ആദർശത്തിൽ മാറ്റം വരുത്തിയാൽ പിന്നെ മുസ്ലിമല്ല. ആണോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഇസ്ലാം മുറുകെ പിടിക്കണം. അതാണല്ലോ അള്ളാന്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അനുകൂല സാഹചര്യം, ചിലപ്പോൾ പ്രതികൂല സാഹചര്യം ഉണ്ടാവും. ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മളെ റൂമിൽ ഞാൻ മാത്രം നിസ്കരിക്കുന്ന ആളുടെ ഞാൻ കൃത്യമായി നിസ്കരിച്ച്. ഇവിടെ ഈ പഹേരപ്പം കൂടിയിട്ട് ഇപ്പം നിസ്കാരമൊന്നുമില്ല. ഓരൊക്കെ നിസ്കരിപ്പിക്കേണ്ട ആളത്. ഓൻ പോയിട്ട് എന്തായി? ആരോഗ്യമുള്ളവനും കുഷ്ഠരോഗിയും അല്ലെങ്കിൽ ക്ഷയരോഗിയും ഒരു റൂമിൽ താമസിച്ച അവൻ്റെ ആരോഗ്യം അങ്ങോട്ട് പകരൂല, മറ്റവൻ്റെ ക്ഷയരോഗം ഇങ്ങോട്ടാ പകരുക. എന്നതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മളെ സ്വഭാവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണില്ല. അവരെ ദുസ്വഭാവം അറിയാതെ ഒന്നൊന്നായി നമ്മളിലേക്ക് ചേക്കേറി നമ്മൾ നശിക്കുകയാണ്. അങ്ങനെ സാഹചര്യങ്ങളുടെ അടിമകളായി നമ്മൾ മാറുന്നു. എന്തുകൊണ്ടത്? ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട്. ഞാൻ മുസ്ലിമാണെന്ന ചിന്ത, ഞാൻ മുസ്ലിമാണ്, ഏത് സന്ദർഭത്തിലും ഇസ്ലാം മുറുകെ പിടിക്കാൻ ഞാൻ കടപ്പെട്ടവനാണെന്ന ചിന്ത നമുക്കില്ലാതാകുന്നത് കൊണ്ടാണ്. മറ്റൊരു കാര്യം, ഈ ആദർശമെന്ന് പറഞ്ഞ മറ്റാദർശങ്ങളെപ്പോലെ തന്നെ അല്പം വിപ്ലവകരമായ ആദർശമാണ്. നിലവിലുള്ള മുസ്ലിം സമുദായം തെറ്റിപ്പോയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഒരാൾ മുജാഹിദാകുന്നത്. അല്ലേ? ഈ സമുദായത്തിൽ ശിർക്കുണ്ട്, ബിദഅത്തുണ്ട്, കുഫറുണ്ട്. മുസ്ലിം പേരുള്ളവർ ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനം തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് ഒരാൾ മുജാഹിദാകുന്നത്. അത് തുറന്നു പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാവരും വായിൽ കൽക്കണ്ടം വെച്ച് നടക്കുന്ന പാതയിൽ പനനീർ വിരിച്ച് പ്രോത്സാഹിപ്പിച്ച് സ്വീകരിക്കോ? ഇല്ല, വെറുക്കും. മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കല്ലേ? ഒന്നാമത്തെ ചോദ്യം അതായിരിക്കും. നമ്മളാരും മുശ്രിക്കാക്കുന്നില്ല. മുശ്രിക്കായി പോകാതിരിക്കാനുള്ള മുൻകരുതൽ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ശിർക്കെന്ത് തൗഹീദ് എന്ത് മനസ്സിലാക്കണ്ടേ? 10 കൊല്ലം ഇസ്ലാഹി സെന്റർ വന്നിട്ട് ശിർക്കും തൗഹീദും മനസ്സിലാകാഞ്ഞാൽ പിന്നെ എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? അപ്പം അത് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോഴേ ശിർക്കും തൗഹീദും നമുക്ക് ശരിക്കും മനസ്സിലാകുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പ്രതികരിക്കാനും സംസാരിക്കാനും സൗഹാർദ്ദപരമായി സംഭാഷണം നടത്താനും അവരെ തെറ്റവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ പ്രേരണ എന്തായിരിക്കണം? അവർ നരകത്ത് പോകരുത്. അവർക്ക് നന്മ ഉപദേശിച്ചു കൊടുത്തിട്ട് എനിക്കൊരു കൂലി കിട്ടും വേണം. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം ഉണ്ടാകേണ്ടത്. നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ, സഹപ്രവർത്തകർ അവർ നരകത്തിൽ പോകണം നമുക്ക് ഇഷ്ടാവുമോ? ഒരിക്കൽ ആ പാവം മനുഷ്യൻ എല്ലാ പോക്കിനും അജ്മീർ പോകും. ആകെ 30 ദിവസത്തിനാണ് നാട്ടിൽ പോവുക. അതിലൊരാഴ്ച അജ്മീറിലാണ്. അങ്ങോട്ട് 3 ദിവസം, അങ്ങോട്ട് 3 ദിവസം, 2 ദിവസം അവിടെ താമസിക്കലും കണ്ടോ. എന്നിട്ട് പൈസയെ കൊണ്ടേ അവിടെ കൊടുക്കുക. എന്താ വലിയ പുണ്യാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ നടക്കുന്നത്. അപ്പം അജ്മീർ പോയിട്ട് എല്ലാ പോക്കിനും അജ്മീർ പോയി വരുന്ന ആളെ അയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല.
ഓനോട് നിങ്ങൾ എല്ലാ തസ്കിയത്തിൻ്റെ ക്ലാസ്സും പറഞ്ഞു കൊടുത്ത് നിസ്കരിക്കുന്നുണ്ടോ, അവന് നോമ്പ് എടുക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് ജാറത്തേക്ക് പൈസ അയക്കും. ജാറത്തേക്ക് പൈസ അയക്കാത്തൊരു ഏർപ്പാട് മൂപ്പരേക്കല്ല. അതുപോലെ ഒട്ടനേകം ഖുറാഫാത്തുകൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വെച്ചു പുലർത്തുന്നുണ്ടാകും. അപ്പം അത് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ മുജാഹിദാകുന്നത്. ഇപ്പം എന്താ വെച്ചാൽ ആൾ കൂടിയപ്പോൾ ഇതൊക്കെ അറിയുന്ന ആളുകൾ വളരെ കുറഞ്ഞുപോയി. ശഅബാൻ 15 ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അപ്പുറത്തുള്ളവർ കൊണ്ടുവന്ന് തന്നപ്പോൾ വാങ്ങി തിന്നു. പിന്നെ അന്നലെ ശഅബാൻ 15 ചെയ്യുന്നില്ലേ, അതിൻ്റെ ആയിരിക്കും അന്നലെ സ്പെഷ്യൽ കൊണ്ടുവന്ന് നമ്മളങ്ങ് തിന്നും ചെയ്തു. അങ്ങനത്തെ ഒരു പോയത്തക്കാരനാകാൻ പാടില്ലൊരു മുജാഹിദ്. മനസ്സിലായില്ലേ? ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പൾസുകൾ അറിയാൻ അവന് സാധിക്കണം. ശഅബാൻ 15 പറഞ്ഞൊരു ഏർപ്പാട് ഇവിടെ ഉണ്ടെന്നും അത് ആചരിക്കുന്ന ഒരു കൂട്ടർ ഉണ്ടെന്ന് നമ്മൾ അറിയണം. അതിനിടയ്ക്കിടയ്ക്ക് ക്ലാസ്സിനും മുടങ്ങാതെ വരണമെന്ന് പറയണത്. ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കണം, ദീനി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ചോറ് കൊണ്ടുവന്നവരോട് ഇരിക്കുന്നുണ്ട് ഓരോ കുറച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പം ചോറിട്ട് അങ്ങോട്ടനാൾ പോകും. അത് നമ്മൾ തിന്നൂല എന്ന് പറയണം. മനസ്സിലായില്ലേ? ബദരീങ്ങളാണ്ട് ഇനിയിപ്പോൾ റമദാനാ വരുന്നത്. ബദരീങ്ങളാണ്ടിന് ചില മഹല്ലിൽ അരി വിതരണം, ചില മഹല്ലിൽ ഭക്ഷണ വിതരണം. 313 പത്തിരി ഉണ്ടാക്കിയിട്ട് പള്ളിക്കൽ കൊടുത്തേക്കും. റസൂലും 313 സഹാബിയുള്ള ബദർ പങ്കെടുത്തു. ഒരു സഹാബിക്ക് ഒരു പത്തിരിയാ, നബിക്കോട്ട് പത്തിരി ഇല്ലേനു. കാരണം നബി 313 ആണോ, നബി 313 പെട്ടോ ഇല്ലേ എന്നുള്ള തർക്കത്തിലാ. ഇപ്പത്തിരി നമുക്ക് തിന്നാൻ പറ്റുമോ? റസൂലുള്ളാന്റെ പേരിലാണ് അറുക്കണത്. ആ ഇറച്ചി തിന്നാൻ പറ്റുമോ? ബിസ്മില്ല തന്നെ അറുക്കണത്, പക്ഷെ നേർച്ചാര പേരില്ല, റസൂലുള്ളാന്റെ പേരിലാണ്. അപ്പം ഞാൻ ആ മഹലിൽ ഒറ്റക്കൊള്ളും മൂലം ഞാൻ കൂടെ ഒന്ന് കേസറ്റൊക്കെ കിട്ടാൻ 5-6 കൊല്ലൊക്കെ ആയെങ്കിലും അതിങ്ങനെയുണ്ട്. അങ്ങനെയാണ്. ഇവിടെ വലിയ സിലായിരിക്കും. നാട്ടിൽ പോയാൽ ഒരു നാക്കെടുത്ത് മിണ്ടൂല. കാരണം പെണ്ണുങ്ങളോട് പറയുമ്പോഴത്തേനും ഓൾ ഉൾക്കൊള്ളുന്നില്ല. ഓള് ഫോൺ വെക്കുകയാണ്. ചെന്നാ ഉടനെ നോക്കി നിങ്ങൾ മുജാഹിദും സെൽഫിയും പറഞ്ഞ് നിങ്ങളോട് പോകും. ഞാനേ കാരണം എന്നോട് എന്നറിയും. അതോടുകൂടി ഇവർ ഐസായി കൊണ്ടുവന്ന കേസറ്റൊക്കെ മുക്കിലിട്ടിട്ട് ഓടി വരും. പിന്നെ ഇവിടെ ക്ലാസ്സിൽ ഇങ്ങനെ വരും, കുത്തിരിക്കും. പിന്നെ ഇങ്ങനെ ഇവർ ഡൗൺ ആയി. എന്തിനാണ് പിന്നെ ഇത് ദീനിൻ്റെ കാര്യമാണ്, അത് തുറന്നു പറയാൻ. ഇപ്പം എന്താ സ്ഥിതി നിരകൾ? മുസ്ലിയാക്കന്മാർ ഗൾഫിൽ വരുന്ന ആളുകളുടെ വീട്ടിൽ കമ്മിറ്റിക്കാരും മുസ്ലിയാരും പോയിട്ട് സത്യം ചെയ്യിക്കാണ്. ഇസ്ലാഹി സെൻറ്റർ പോവില്ല, കേസറ്റ് കേൾക്കൂല, മുജാഹിദുമായി ബന്ധപ്പെടില്ല, സത്യം. അത്ര പേടിയ മുസ്ലിയാക്കന്മാർക്ക് ഇസ്ലാഹി സെൻറ്ററിന്. മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയാണ് ചിലയിടത്തൊക്കെ. ആദ്യമൊക്കെ ഭീഷണിപ്പെടുത്തി വെക്കും. എൻ്റെ മോളെ വായിക്കണല്ലോ, മൗല്യരും നമ്മളെ പള്ളിക്കലെ ലഡ്ജറും വേണ്ട, ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ കാണിച്ചു തരാം എന്ന് പറയും ചില ആൾ. ഈ മരിച്ച മയ്യത്തോട്ട് എന്താ കാട്ടി, നമുക്കൊന്ന് കാണണം. ഈ 2 വാക്ക് കേട്ടാൽ ഒരുമാതിരി ആളൊക്കെ ഡൗൺ ആവും, പേടിച്ചു പോവും. പക്ഷെ ആദർശ ഉള്ളിൽ തട്ടിയല്ലോ പേടിക്കൂല. ഞാൻ മരിച്ച മയ്യത്ത് എന്താ കേട്ടെന്ന്, അതിൻ്റെ ബാധ്യതല്ല, നിങ്ങളെ ബാധ്യതല്ലേ, നിങ്ങൾ തിന്നലുണ്ട്. അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയിട്ടാണ് എനിക്ക് എന്താ ബാധ്യത, നിങ്ങൾക്കല്ലേ മുസ്ലിമീങ്ങൾക്ക്, ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ആ ബാധ്യത. ഒരു പേടിയും പേടിക്കണ്ട. ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം മഹല്ലിൽ ഒരു ഖബർസ്ഥാനുണ്ടോ മുസ്ലിം പേരുള്ളവനൊക്കെ അവിടെ മറവിയിരിക്കണം. ഓൻ യുക്തിവാദിൻ്റെ ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ഓനെ മറവിയേണ്ടി വരും അവിടെ. അത് ഇന്ത്യയിലെ നിയമം. ഒരാൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവന് കുറച്ച് ഗഡ്സ് വേണം. മൊല്ലാക്കി മൂല്യരും കാലിയരും കമ്മിറ്റിയും കണ്ണുറ്റുമ്പോഴത്തിന് ഐസാണി ആദിയാകാൻ പാടില്ല. ഇവിടുന്ന് ആശയം ഉൾക്കൊണ്ടിട്ട് വർഷങ്ങളായി നാട്ടിൽ മിണ്ടാത്ത ആളുകൾ, കാപട്യം കാണിച്ച് നടക്കുന്ന ആളുകൾ, തലയിൽ മുണ്ടിട്ട് മൗലൂദിന് ഇപ്പോഴും മൂലക്കെ പോയിരിക്കുന്ന ആളുകൾ, ഇവിടെ വലിയ സിലാഹി ആയിരിക്കാരും, വലിയ സെൽഫി ആയിരിക്കാരും. അപ്പം എന്തൊരു കാപട്യാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ തരത്തിൽ അത്ര പേടി. ഈ അടുത്തിന് അടുത്തൊരു സ്ഥലത്ത് ഒരാൾ മുജാഹിദായി, വലിയ ഖുറാഫി മഹല്ല, വലിയ ഭീഷണിയൊക്കെ പെടുത്തി നോക്കി. നിങ്ങളെ ലഡ്ജറും മട്ടങ്ങളെ മൂല്യരെ കുസുകുസുമാണ് എൻ്റെ മോളെ വായിക്കുമ്പോൾ നിങ്ങളാരും വന്നില്ലെങ്കിലും ഞാൻ നടത്തിക്കോളും തരണം, മയ്യത്തുകൾ എന്താ വെച്ചാൽ കാട്ടിക്കൊള്ളിയാണ്. അപ്പോൾ ഭീഷണിക്ക് വാങ്ങില്ലാണ്ടപ്പോൾ പിന്നെ പ്രലോഭനായി. പ്രലോഭനം എന്താ? വീട്ടിലേക്ക് മൂല്യരും ഒക്കെ പാടെ വന്നിട്ട് പറയാണ്, നിങ്ങൾ മുജാഹിദായിക്കോളി, നിങ്ങൾ ജാർത്തിനിക്കൊല്ലി വരണ്ട, സലാത്തിനും മൗലൂദിനും പൈസ ഇല്ലെങ്കിൽ വേണ്ട, അടിയന്തരം കഴിക്കണമെങ്കിൽ വേണ്ട, മീലാദിയാതൊക്കെ പൈസ വേണ്ട, പക്ഷെ നിങ്ങളത് ഒറ്റയ്ക്ക് നിങ്ങളെ വീട്ടിൽ ഒതുക്കണം, പുറത്ത് കിടക്കാൻ പാടില്ല. ലാസ്റ്റ് അപേക്ഷ, നിങ്ങളത് പുറത്ത് കിടക്കരുത്. പുറത്ത് കിടക്കേണ്ട ആളുകൾക്ക് വേഗം മനസ്സിലാവും, ആളുകൾ നിനക്ക് കൂടും.